ഇപ്പോൾ പ്രേക്ഷകർ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഈ ഭൂപടം അവിടെയാണ് തെരച്ചിൽ നടക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഭൂഗർഭ ഓട തമ്പാനൂരിലെ നമ്മുടെ കോഫി ഹൗസ് മുതൽ പവർ ഹൗസ് വരെയാണുള്ളത്. ഓടയുടെ നീളം എന്ന് പറയുന്നത് 140 മീറ്റർ ആണ്. ജോയ് വീണത് കോഫി ഹൗസിന് എതിർവശത്തുള്ള ഓടയിലാണ്. ഒഴുകിപ്പോയത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്കാണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്ലാറ്റ്ഫോമിനിടയിൽ ജോയ് കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും എന്നുള്ളതായിരുന്നു ആദ്യത്തെ സംശയം. ഇന്നലെ 1 മുതൽ 3-ാം പ്ലാറ്റ്ഫോമിനിടയിലുള്ള 40 മീറ്റർ ദൂരത്ത് തെരച്ചിൽ നടത്തി. 3-ാം പ്ലാറ്റ്ഫോമിൽ ഇന്ന് മാൻഹോളിനിടയിലൂടെ ഇറങ്ങി അവിടെ 40 മീറ്ററോളം തെരച്ചിൽ നടത്തി. ഈ മാൻഹോളിലൂടെ റെയിൽവേ ട്രാക്കിനടിയിൽ ഇറങ്ങിയവരെ രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തുന്നത് നമ്മൾ ഇന്ന് കണ്ടതാണ്. ട്രാക്കിനിടയിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊരു പ്രതിസന്ധിയുണ്ട്. പാറ പോലെ മാലിന്യം നിറഞ്ഞ തുരങ്കത്തിൽ രക്ഷാദൗത്യം ദുഷ്കരമാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അതിൽ പോയിന്റ് ഇട്ട് തന്നെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് KSRTC സെൻട്രൽ സ്റ്റേഷനാണ്, മറ്റൊന്ന് ആമേഴിഞ്ചാൻ തോട്ടിൽ ജോയിയെ കാണാതായ സ്ഥലമാണ്. അതായത് നേരെ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഓട തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും കേരളം കണ്ട ഏറ്റവും ശ്രമകരമായ രക്ഷാദൗത്യം നടക്കുന്ന ലൊക്കേഷൻ അതാണ് നമുക്ക് ഈ ഭൂപടത്തിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നത്.